മൈസൂരിലേക്കാണ് നിങ്ങൾ യാത്ര. ഇന്ന് ഇത് റൂംസിന്റെ കാര്യത്തിന് ആലോചിച്ച് നിങ്ങളൊരു ടെൻഷനും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ലോ ബഡ്ജറ്റ് റൂംസ് ആട്ടോ ഇന്ന് ഇവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു. ഫാമിലി ആയിട്ട് വരികയാണെങ്കിലും ബാച്ചിലേഴ്സ് ആയിട്ട് വരികയാണെങ്കിലും ഒക്കെ ഇവിടെ നല്ല അടിപൊളി റൂംസ് ഉണ്ട് കേട്ടോ. അപ്പൊ ആ റൂംസിന്റെ വീഡിയോസ് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. റൂമിന്റെ വീഡിയോ കാണിക്കുമ്പോൾ കൂടെ തന്നെ റൈറ്റും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ റിസപ്ഷൻ ഏരിയ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് റൂമുകൾ കാണാം. റൂംസ് എല്ലാം ഇങ്ങനെ ബുക്ക് ചെയ്യേണ്ട അതുപോലെ ഫോൺ നമ്പർ എല്ലാം ഇങ്ങനെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പൊ ഇതൊരു റൂമാണ്, ഇതൊരു വലിയ റൂമാണ് കേട്ടോ. അപ്പൊ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾ റൈറ്റ് സൈഡിലായിട്ട് അവരിവിടെ ടാബിളും കാര്യമെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ബാത്റൂം ഒക്കെ വരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ മുഴുവനായിട്ട് നിങ്ങൾക്ക് റൂം കാണിച്ചു തരാം. അപ്പൊ വലിയൊരു വിശാലമായിട്ട് റൂം തന്നെ കേട്ടോ. വലിയൊരു ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാർക്കും അതുപോലെ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിലൊക്കെ ഈ റൂം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം വലിയ റൂമാണ്. പിന്നെ ഈ ഒരു നിങ്ങൾ കയറി വരുമ്പോൾ നിങ്ങളെ റൈറ്റ് സൈഡിലായിട്ട് അവരൊരു ടേബിളും രണ്ട് ചെയറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലാണ് ബാത്റൂം എല്ലാം വരുന്നത്. പിന്നെ ബാത്റൂം കഴിഞ്ഞിട്ട് ഇവിടെ വലിയൊരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു മിറർ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ മിറർ എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ TV സ്പേസ് കൊടുത്തിട്ടില്ല കേട്ടോ. അവര് നമ്മളെ ബെഡിൽ കിടക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് TV സ്പേസ് ഉള്ളത്. ഈ റൂമിന്റെ റേറ്റ് വന്നിട്ട് AC ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2500 രൂപയും നോൺ AC-ക്ക് 2000 രൂപയാണ് കേട്ടോ. അപ്പൊ അടുത്ത റൂം നമുക്ക് കാണാം. അടുത്തതും അത്യാവശ്യം വലിയ വിശാലമായിട്ടുള്ള റൂം തന്നെയാണ് കേട്ടോ. അപ്പൊ ഒരു ബെഡ് സ്പേസ് കുറച്ച് കുറവ്, മറ്റേതിനെക്കാട്ടിലും കുറച്ച് കുറവ്, പക്ഷെ റൂം അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള റൂമാണ് കേട്ടോ. അപ്പൊ ഈ റൂമില് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലായിട്ട് അവരിതാ ടേബിളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഭാഗത്ത് തന്നെയാണ് TV സ്പേസ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് കാണാൻ പറ്റും നേരെ കയറി വരുമ്പോൾ തന്നെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു ഡ്രസ്സിങ്ങിന്റെ മിറർ എല്ലാം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയ വിശാലമായിട്ടുള്ള സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഒരു വാർഡ്രോബും കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല വലിയൊരു സ്റ്റോറേജ് സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ അതില്. പിന്നെ ഈ ഒരു വാർഡ്രോബ് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഡ്രസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ഡ്രസ്സിങ്ങിന് അതുപോലെ തന്നെ നമുക്ക് പുറത്തോട്ട് ഇങ്ങനെ കാണും ചെയ്യാം കേട്ടോ അവിടുന്ന്. അപ്പൊ ഇത്രയൊക്കെയാണ് റൂമിന്റെ ഒരു ഓവറോൾ വ്യൂ വരുന്നത് കേട്ടോ. പിന്നെ മറ്റേ റൂം കാണിച്ച പോലെ തന്നെ ഇതും അത്യാവശ്യം വലിയൊരു റൂമാണ്. അപ്പൊ കൂടുതൽ മെമ്പേഴ്സിൽ അത്യാവശ്യം വലിയൊരു ഫാമിലിക്ക് വരുന്ന ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റൂമാണ് കേട്ടോ. അതുപോലെ തന്നെ കൂടുതൽ മെമ്പേഴ്സുള്ള ആൾക്കാർക്കും ഈ റൂം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. കാരണം നല്ല വിശാലമായിട്ടുള്ള റൂമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മള് കയറി വരുമ്പോൾ തന്നെ നേരെ കാണുന്നത് അതുപോലെ നിങ്ങൾ ഈ റൂമിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ബാത്റൂം വരുന്നത് കേട്ടോ. വലിയൊരു ബാത്റൂമാണ്. പിന്നെ ബാത്റൂം കഴിഞ്ഞിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ എല്ലാം ആയിട്ട് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ പിന്നെ അതിന്റെ കൂടെ തന്നെ വലിയൊരു സ്റ്റോറേജ് സ്പേസും കൂടെ ഉണ്ട്. അപ്പൊ ഇതാണ് ഈ റൂമിന്റെ ഒരു ഓവറോൾ വ്യൂ. കണ്ടില്ലേ, അത്യാവശ്യം വലിയൊരു ബെഡും കാര്യമെല്ലാം കൊടുത്തിട്ടത്. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ ഉള്ള ആ ഒരു സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ ടേബിളും അതുപോലെ തന്നെ 3 ചെയറൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂമിന്റെ റേറ്റ് AC ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2500 രൂപയും നോൺ AC-ക്ക് 2200 രൂപയാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് അടുത്ത റൂം കാണാം. അടുത്ത റൂം വരുന്നത് മറ്റേ റൂമിനെക്കാട്ടിലും കുറച്ച് ചെറിയ റൂമാണ്. പക്ഷെ ബെഡ് സ്പേസ് എല്ലാം തന്നെ കുറച്ച് വലുത് തന്നെയാണ് കേട്ടോ. ഈ റൂമിലോട്ട് കയറി വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ബെഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് ആണ് TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് TV യൂണിറ്റ് ഉള്ളത് കേട്ടോ. അത്യാവശ്യം വലിയൊരു ബെഡ് സ്പേസ് തന്നെ അവരിതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 കോട്ടുകൾ നമ്മൾ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ TV കഴിഞ്ഞിട്ട് ഒരു ചെറിയ മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് കാണുന്നത് ബാത്റൂമിന്റെ ഡോറാണ് കേട്ടോ. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരുന്നത്. പിന്നെ വരുന്ന വാർഡ്രോബാണ് ഇവിടെ. വാർഡ്രോബ് അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉള്ളത് വാർഡ്രോബ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ മറ്റേ റൂമിലെല്ലാം കണ്ട പോലെ തന്നെ ഈ റൂമിലും ഉണ്ട് നമ്മള് ഡ്രസ്സിന്റെ ഒക്കെ ഒരു ഏരിയ പോലെ പുറത്തോട്ട് കാണാൻ പറ്റുന്ന രീതിയിലൊരു ഏരിയ തന്നെ നേരത്തെ റൂമിൽ കാണിച്ചു തന്നില്ലേ, അത് ഈ റൂമിലുണ്ട് കേട്ടോ. പുറത്തോട്ടുള്ള വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഡ്രസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു ചെറിയൊരു ഏരിയ കേട്ടോ. പിന്നെ ഇവിടെ അത്യാവശ്യം വലിയ സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് വാർഡ്രോബിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ
ഇതാണ് ഈ റൂമിന്റെ ഒരു ഓവറോൾ വ്യൂ വരുന്നത്. നിങ്ങൾ ഫാമിലി ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ റൂം നിങ്ങൾക്ക് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള റൂം ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ട് AC ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1800 രൂപയും നോൺ AC-ക്ക് 1500 രൂപയാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ റേറ്റ് എല്ലാം പറയുമ്പോൾ ഇനി സീസൺ ടൈമിൽ റേറ്റിന് വ്യത്യാസം വരും കേട്ടോ. ഏത് റൂമിന്റെ ആണെങ്കിലും സീസൺ ടൈമിൽ റേറ്റിന് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അടുത്ത റൂം നമുക്ക് നോക്കാം. അടുത്ത റൂം ഇതുപോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാട്ടോ. ഇതിന് മറ്റേ റൂമിനെക്കാട്ടിലെല്ലാം ഒരു ഡിഫറെന്റ് ആയ റൂമാണിത്. ഇത് 2 കോട്ട് നമ്മൾ നടുക്കൊരു ടേബിൾ വെച്ചിട്ട് സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവര് ഈ ഒരു ബെഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് TV യൂണിറ്റ് കൊടുത്തിട്ട്. പിന്നെ ബെഡിന്റെ സൈഡിലായിട്ട് വരുന്നതാണ് സ്റ്റോറേജിന് വേണ്ടി വാർഡ്രോബ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഈ 2 കോട്ട് നമ്മൾ സെപ്പറേഷൻ കൊടുത്തിട്ടില്ലേ, അതിന്റെ നടുക്ക് പുറത്തോട്ടൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആ TV യൂണിറ്റ് ഇടാൻ കണ്ടില്ല, അത് കഴിഞ്ഞിട്ടാണ് ബാത്റൂമിലോട്ട് ഉള്ള ഡോർ വരുന്നത് കേട്ടോ. ബാത്റൂം ആ ഒരു ഭാഗത്താണ് വരുന്നത്. കൂടുതൽ മെമ്പേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് വലിയൊരു ഫാമിലി ആയിട്ട് വരികയാണെങ്കിലും അതുപോലെ ബാച്ചിലേഴ്സ് ആയി വരികയാണെങ്കിലൊക്കെ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള റൂമാണ് കേട്ടോ ഈ റൂം. അപ്പൊ ഈ റൂമിന്റെ റേറ്റ് വന്നിട്ട് AC ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2500 രൂപയും നോൺ AC-ക്ക് 2200 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത റൂം നോക്കാം കേട്ടോ. ഈ റൂം വന്നിട്ട് മറ്റേ റൂമിനൊക്കെ അപേക്ഷിച്ച് ഇത് കുറച്ച് ചെറിയ റൂമാണ്. പിന്നെ ഇത് നോൺ AC റൂമാണ് കേട്ടോ. ഈ ഒരു റൂം ചെറുതാണെങ്കിലും ബെഡ് എല്ലാവരും അത്യാവശ്യം കുറച്ച് വിശാലമായിട്ടുള്ള ബെഡിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബെഡിന്റെ സൈഡിലായിട്ട് ഒരു വാർഡ്രോബും ഒരു ചെറിയ ടേബിളും ചെയറും പിന്നെ അവിടെ ഒരു മിററും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ സൈഡിലായിട്ട് തന്നെയാണ് ബാത്റൂമും കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഈ റൂം നിങ്ങൾക്ക് നല്ല സ്യൂട്ടബിൾ ആണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു ബെഡ് സ്പേസ് ഉള്ള കാരണം തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് 1600 രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത റൂം നോക്കാം. അടുത്ത റൂം വളരെ വിശാലമായിട്ടുള്ള റൂമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം വലിയ റൂമാണെന്ന് കേട്ടോ. ഈ റൂമിൽ നിങ്ങൾ ഫുൾ ഫാമിലി ഒക്കെ ആയിട്ട് വരുമ്പോൾ നല്ല അടിപൊളി രീതിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റും ഈ റൂമിൽ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് നോൺ AC റൂമാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഞാൻ കാണിച്ചതിനെക്കാട്ടിലൊക്കെ ഏറ്റവും വലിയ റൂമാണ് കേട്ടോ ഇത് ഒരു 3 കോട്ടായിട്ട് സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇതില്. പിന്നെ ഈ ഒരു കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ബെഡിനൊക്കെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടാണ് വലിയൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വലിയ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ഇത്. പിന്നെ നോൺ AC ആണെങ്കിലും ഓരോ കോട്ടിനും ഒരു സെപ്പറേറ്റ് ഫാൻ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു റൂമിൽ വരുന്നത് നമ്മൾ സാധാരണ നോർമൽ ഇന്ത്യൻ ടോയ്ലറ്റ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ റൂമിന്റെ റേറ്റ് വന്നിട്ട് 2500 രൂപയാണ് കേട്ടോ വരുന്നത്. ഇനി നിങ്ങൾക്ക് അടുത്ത റൂം പരിചയപ്പെടാം കേട്ടോ. പിന്നെ ഞാൻ ഈ ഓരോ റൂമിലും പെട്ടെന്ന് കാണിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരെ നമ്പർ കൊടുക്കാം കേട്ടോ. അപ്പൊ അതിൽ വിളിച്ചിട്ട് ചോദിച്ചാൽ മതി. പിന്നെ എല്ലാ റേറ്റും ഞാൻ പറയുന്നത് ഓഫ് സീസണിന്റെ റേറ്റ് ആണ് കേട്ടോ. അപ്പൊ സീസൺ ടൈമിൽ കുറച്ച് റേറ്റ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ അവരെ വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരിക കേട്ടോ. കാരണം സീസൺ ടൈമിൽ ഭയങ്കര റഷ് ആയിരിക്കും. അത് കാരണം റൂം എവിടെയും കിട്ടാണ്ടാവില്ല. അതുകൊണ്ടാണ് ഏത് റൂം ബുക്ക് ചെയ്യുമ്പോഴും നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരികയാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ഇപ്പൊ ഞാൻ കാണിക്കുന്ന റൂം ഉണ്ടല്ലോ, പിന്നെ ഇതും ഒരു ഫാമിലിക്ക് പറ്റിയ നല്ല അടിപൊളി റൂമാണ് കേട്ടോ. റൂം കുറച്ച് ചെറുതാണെങ്കിലും ബെഡെല്ലാം തന്നെ വളരെ വിശാലമായിട്ടുള്ള ബെഡെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 കോട്ടും തമ്മിൽ നടുക്കൊരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ ടേബിളും അതുപോലെ തന്നെ ചെയറെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഈ ഒരു സൈഡിലാണ് ബാത്റൂം എല്ലാം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റൂം നോൺ AC റൂമാണ് കേട്ടോ. ഒരു ഫാമിലിക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റൂമാണ് കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 2200 രൂപയാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് അടുത്ത റൂം നോക്കാം. ഈ റൂം വന്നിട്ട് ഒരു ഫാമിലിക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റൂമാണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബെഡിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡിന്റെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ വാർഡ്രോബും കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റോറേജിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കയറി വരുമ്പോഴുള്ള ഈ ബെഡിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ റൂമിലെല്ലാം കണ്ടില്ല അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ്ങിന് അല്ലെങ്കിൽ പുറത്തോട്ടുള്ള ഒരു വ്യൂ എന്നുള്ള രീതിയിലൊരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ റൂമിനും അതുണ്ട്. പിന്നെ നമ്മുടെ TV യൂണിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം കാണുന്നില്ല, അവിടെയാണ് ഈ റൂമിന്റെ ബാത്റൂം വരുന്നത്. നിങ്ങൾ ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റൂമാണ് കേട്ടോ ഇത്. ഈ റൂമിന് വരുന്ന റേറ്റ് 1600 രൂപ AC-ക്കും 1200 രൂപ നോൺ AC-ക്കും ആണ് കേട്ടോ.
നമുക്ക് അടുത്ത റൂം നോക്കാം. അടുത്ത റൂമാണ് ഇതിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ റൂം കേട്ടോ. അതായത് നിങ്ങൾ തമ്മയിലെല്ലാം കണ്ടു വന്ന റൂം. ഈ റൂമാണ് ഇവിടുത്തെ ഏറ്റവും റേറ്റ് കുറഞ്ഞ റൂം കേട്ടോ. അപ്പോൾ ഈ റൂമും ചെറിയ റൂമാണെന്നേ ഉള്ളൂ, പക്ഷെ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബെഡെല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ബെഡാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കയറി വരുമ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ബാത്റൂം വരുന്നത്. ബെഡിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള വാർഡ്രോബ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ അടുത്ത് തന്നെ ഒരു മിററും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ റൂമിൽ ഒക്കെ അപേക്ഷിച്ച് ഈ റൂം കുറച്ച് ചെറുതാണെങ്കിലും ബെഡെല്ലാം തന്നെ അത്യാവശ്യം വലുത് തന്നെ കേട്ടോ. പിന്നെ നിങ്ങൾ തമ്മയിൽ കണ്ട പോലെ തന്നെ 800 rupees പെർ പേഴ്സൺ ആണ് ഈ റൂം കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇപ്പം ഞാൻ കാണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ കുറേ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ബസ്സിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ കുക്ക് ചെയ്യാനും ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നത്. ഇവർ ഗ്യാസും ഒന്നും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല, അതെല്ലാം നമ്മൾ തന്നെ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഒരു കുക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനുള്ള സ്പേസും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഞാൻ കാണിച്ച റൂമിന്റെ ലൊക്കേഷനും അതുപോലെ തന്നെ ഇങ്ങോട്ട് ഇവരുടെ ഫോൺ നമ്പറും കോൺടാക്ട് നമ്പറും എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ലോഡ്ജിന്റെ പേര് വന്നിട്ട് ഹിസ് ഗ്രേസ് പാലസ് എന്നാണ്. ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ട് സൗത്ത് ഗള്ളി KSRTC ബസ് ഡിപ്പോന്റെ അവിടെയാണ്, റിംഗ് റോഡിലാണ്. അപ്പൊ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ റിംഗ് റോഡ് വഴി വരുമ്പോൾ ഈ ഒരു ഇവിടെ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മളെ സിറ്റിന്റെ തിരക്കിലൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ബുക്ക് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബൈ.